വെയിറ്റ് എന്ത് വെയിറ്റ് പറയാനാ? വിശേഷങ്ങൾ പുതിയ സിനിമ ചാർട്ടറിൽ റിലീസായി. വളരെ അടിപൊളി സിനിമ, ഗംഭീര അഭിപ്രായം. തകർപ്പനൊരു വേഷം ചെയ്തിട്ടുണ്ട്, റിസ്കി വേഷമായിരുന്നു. ചലഞ്ചിങ്, നമ്മുടെ മമ്മൂക്കയുടെ പൊന്തന്മാട എന്ന് പറയുന്ന പോലെ ഒരു ചലഞ്ചിങ് ആയ ഒരു വേഷം എടുത്തു. അത് ഗംഭീരമാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് സൂപ്പർ ജിംനി ഇറങ്ങി, മീനാക്ഷി നായികയായിട്ടുള്ള സൂപ്പർ ജിംനി. അതിനകത്ത് ഞാൻ ത്രൂട്ട് ആയിരുന്നു. അതെന്താണ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ സർപ്രൈസ് പോകും. പക്ഷെ എന്തായാലും ഒരു വാർഡ് മെമ്പറാണ് ക്യാരക്ടർ. പക്ഷെ വിവിധ അനുഭവങ്ങളിലൂടെ, എക്സ്പ്രഷനിലൂടെ കടന്നുപോയി ലാസ്റ്റിൽ തിരിച്ചറിയുകയും ചെയ്യുന്ന ഇടിവിട്ട് പടമാണ് സൂപ്പർ ജിംനി. അങ്ങനെ 2 ഇപ്പം 2 ആഴ്ച കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത മാസം വരുന്നുണ്ട്. കെട്ടുകാഴ്ച, സുരേഷ് തിരുവല്ല എന്ന് പറഞ്ഞ ഡയറക്ടർ. കെട്ടുകാഴ്ച ഞാൻ സെൻട്രൽ ക്യാരക്ടറായി ചെയ്തിരിക്കുന്നത്. ജോണി ആൻ്റണി ചേട്ടൻ, ജനാർദ്ദനൻ ചേട്ടൻ, സരിത രാജീവ്, കുറേ ആർട്ടിസ്റ്റുകളുള്ള നല്ല അടിപൊളി പടമാണ് കെട്ടുകാഴ്ച. പിന്നെ ഇതിലെന്തെങ്കിലും വേഷമുണ്ടോ? ഇതിൽ വേഷമുണ്ടോ ഇല്ലെന്ന് അറിയില്ല. കാരണം ഡയറക്ടർ എന്നെ ബൈജു സാർ എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹമാണ് അനൗൺസ് ചെയ്യുന്നത്. അദ്ദേഹമാണ് അനൗൺസ് ചെയ്യുന്നത്. അദ്ദേഹമാണ് വേദിയിൽ അനൗൺസ് ചെയ്യുന്നത് ആർട്ടിസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഔദ്യോഗികമായിട്ട്. നമ്മൾ സുഹൃത്ത് ബന്ധങ്ങൾ ഞാൻ മിസ്യൂസ് ചെയ്യാറില്ല. നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ, നമ്മൾ ഒരിക്കലും ആർക്കും പ്രതീക്ഷ കൊടുക്കാറില്ല, അത് മിസ്യൂസ് ചെയ്യാറില്ല. ഔപചാരികമായി പറഞ്ഞാൽ പോലും വർക്ക് നടന്നു കഴിഞ്ഞിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളൊരു വർക്ക് ചെയ്തു എന്ന് പറയാൻ പാടില്ല. അല്ലാതെ അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, അത് കിട്ടി, ഇത് കിട്ടി, ഇത് കിട്ടും ചെയ്യും. എൻ്റെ അനുഭവത്തിൽ ഞാനിപ്പം 32 വർഷം കൊണ്ട് സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്. പിന്നെ ഞാൻ കോളേജ് അധ്യാപകനായിട്ട് പോയി. ബിഗ് ബോസിന് ശേഷം 2020 തൊട്ട് ഫുൾ സിനിമ ഇൻഡസ്ട്രി തന്നെയാണ്. അത് ആർട്ടിസ്റ്റ് മാത്രമല്ല, അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കാസ്റ്റിംഗ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റീവ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പല മേഖലകൾ. അപ്പോൾ സിനിമ ഇൻഡസ്ട്രിയുടെ ഒരുപാട് മേഖലകൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ചിലവ് ചുരുക്കി അടിപൊളി സിനിമകൾ എടുക്കാം, മീഡിയം ബഡ്ജറ്റിൽ എങ്ങനെ എടുക്കാം, ഇതെല്ലാം മനസ്സിലാക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങാനും എനിക്ക് സ്വന്തമായിട്ട് ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങി പുതിയ പടങ്ങളെടുത്ത് പുതിയ തലമുറ കുട്ടികളെ കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാർ വേണ്ടെന്നല്ല, പഴയ ആൾക്കാരുടെ ഒപ്പം പുതിയ ആൾക്കാർ കയറി വരണ്ടേ. പിന്നെ റോബിൻ്റെ കല്യാണം ഞാൻ വിളിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ തിരക്കാരനും പോയി വിളിക്കാത്തായിരിക്കും, വിട്ടുപോയതായിരിക്കാം. കാരണം ഞങ്ങൾ ഒരുമിച്ചാണല്ലോ സീസൺ 5 ഒരു സെക്കൻഡ്, സീസൺ 5 ഞങ്ങൾ ചലഞ്ചറായിട്ട് അവിടെ പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കുറച്ച് മനപ്രയാസം വന്നിട്ടുണ്ടാവും. അതൊക്കെയാണ് എന്നെ വിട്ടുപോയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കുഴപ്പമില്ല, ഓർക്കും എപ്പോഴെങ്കിലും. കാരണം എൻ്റെ ഒരു ബ്രദർ തന്നെയാണ്, എൻ്റെ ഒരു അനിയൻ തന്നെയാണ് റോബിൻ. എന്തായാലും നന്നായിരിക്കട്ടെ. കല്യാണം വേഗത്തിൽ നടക്കുമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അവരുടെ കല്യാണം വേഗത്തിൽ നടന്നതിന് ഇതിലൂടെ ഞാൻ അവരെ ഹാപ്പി വെഡ്ഡിങ് വിഷുകൂടെ അറിയിക്കുന്നു. തിരക്കല്ലേ കല്യാണത്തിന്, എല്ലാവരെയും വിളിക്കണമെന്നൊന്നുമില്ല, അതൊക്കെ കുഴപ്പമൊന്നുമില്ല.